എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ഗീതു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് ഗോവിന്ദനും അയ്യപ്പേട്ടനും കൂടെ കൂടിയിട്ട് വീട്ടിലിരുന്ന് നല്ലവണ്ണം മദ്യപിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ കെഞ്ചു പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നമുക്കിത് ഗീതുവിനെ അറിയിക്കേണ്ടെന്ന് ചോദിക്കാം. ശരിയാ, ഗീതു ഒരു പക്ഷെ ഇപ്പം ഗോവിന്ദനെ ഗോവിന്ദൻ ഇപ്പൊ അങ്ങോട്ട് എത്തുമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുമായിരിക്കും എന്ന് പറയാം. ശരിയാ, നമുക്കത് വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കാന്ന് പറയണം. ഈ സമയം ഗീതു ആണെങ്കിലോ ഇപ്പൊ തന്റെ കണ്ണേട്ടൻ തന്റെ അരയിലേക്ക് വരും. തനിക്കും കണ്ണേട്ടനും കൂടെ പുറത്തു പോകണം, പുറത്തു പോയി ഫുഡ് കഴിക്കാനൊക്കെ പോകണം. അങ്ങനെ പോണ സമയത്ത് കൈ കോർത്ത് പിടിച്ച് നടക്കണം, തന്റെ മനസ്സിലുള്ള പ്രണയങ്ങളൊക്കെ തുറന്നു പറയണം എന്നിങ്ങനെ ഓർത്ത് ഓരോ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. താൻ ഗോവിന്ദനോട് ഇഷ്ടം തുറന്നു പറയണേ, ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നേ, ആ ഒരു രംഗങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ഗീതുവിന് പോലും അനുഭവം തോന്നി. താനാണോ ചിന്തിക്കുന്നത്? ഒരു കാലത്ത് ഗോവിന്ദനെ കാണുന്ന പോലും തനിക്ക് ഇഷ്ടമില്ലായിരുന്നു, ഗോവിന്ദനോട് ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പം തന്റെ എല്ലാമാണ്, തന്റെ ജീവനാണ് ഗോവിന്ദേട്ടൻ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ഗീതുവിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഈ സമയത്താണ് ഗീതുവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നേ കേട്ടെ. പെട്ടെന്ന് ഗീതു ഫോൺ എടുത്ത് നോക്കണം. നോക്കിക്കഴിയുമ്പോഴത്തേനും അയ്യപ്പേണ്ണും ഗോവിന്ദനോട് മദ്യപിക്കുന്ന ആ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. ഇത് കണ്ട ഗീതുവിനെ അങ്ങോട്ട് സമനില തെറ്റിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് രഞ്ജു ഒരു വോയിസ് മെസ്സേജും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഗീതു ഇവിടെ ഇല്ലാത്ത ആ ഒരു സങ്കടം എങ്ങനെയാ തീർക്കണേന്ന് പറയാ. അതെ, നീ അവിടെ ഇനി വെയിറ്റ് ചെയ്തിരിക്കണ്ട കേട്ടോ, നിന്നെ അന്വേഷിച്ച് അങ്ങോട്ട് ഗോവിന്ദൻ ഇപ്പൊ വരാനൊന്നും പോകുന്നില്ലെന്ന് പറയാ. ഇത് കേട്ടോ ഗീതുവിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, രണ്ടിലൊന്നും അറിയണം. നന്നായിട്ട് മദ്യപിക്കുക, തനിക്ക് വാക്ക് തന്നിരുന്നത് എനിക്ക് കുടിക്കില്ലെന്ന്, എന്നിട്ടാണ് ഇങ്ങനെ മദ്യപിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് പെട്ടെന്ന് പോകാനും പറ്റില്ല, എന്തേലും പറഞ്ഞ് പോയേ പറ്റുള്ളൂ. പിന്നീട് നേരെ ഹോസ്പിറ്റലിൽ അകത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് വിനോദ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വിനോദിനോട് പറഞ്ഞു, അതെ ഞാൻ വീട്ടിൽ വരെ പോയിട്ട് വരാന്ന് പറയാം. അല്ല ഈ സമയത്ത് അതൊന്നും കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണമെന്ന് പറയാണ്. ശരി എന്നാ പോയിട്ട് വരെ, ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അങ്ങനെ വിനോദിനെ അവിടെ ആക്കിയിട്ട് നേരെ ഗീതു വീട്ടിലേക്ക് വരിക. ഗീതുവിന്റെ മനസ്സറിയ സങ്കടവും ദേഷ്യമെല്ലാം വരുമായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, താൻ അമ്മയുടെ അടുത്ത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു. ആ സമയത്ത് കണ്ണേട്ടൻ തന്റെ അരിയിലേക്ക് വരുന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. തന്നെ കാണാത്തുള്ള വിഷമത്തിലൊക്കെ ഇരിക്കുമായിരിക്കും ഓർത്തു. ആ സമയത്താണ് മദ്യപിച്ച് ഇവിടെ അർമാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചു. ഈ സമയത്ത് അയ്യപ്പേട്ടനും ഗോവിന്ദനും നല്ല ഫിറ്റിലായിരുന്നു. രണ്ടുപേരും കൂടെ സംസാരിച്ച് അവസാനം പറഞ്ഞു, എന്റെ ഗോവിന്ദൻ കുഞ്ഞെ ഇത്രയൊക്കെയാന്ന് പറഞ്ഞാലും അതേ ഗീതു കുഞ്ഞിനോട് ആ ഉള്ളിലുള്ള പ്രണയം അതങ്ങോട്ട് തുറന്നു പറയാൻ മേലായിരുന്നു ചോദിക്കുക. ഇത് കേട്ട് മോന്ന് പറഞ്ഞു, പിന്നെ പ്രണയം തുറന്നു പറയാനായിട്ട് അങ്ങോട്ട് ചെന്നാ മതി, അതിന് അവൾക്കൊന്നും മനസ്സിലാവണ്ടേ, എന്റെ മനസ്സൊന്നും അവൾക്ക് മനസ്സിലാവില്ല അയ്യപ്പേട്ടാന്ന് പറയാം. അത് കേട്ടൻ പറഞ്ഞു, അതിന് കുഞ്ഞ് പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലോ, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുക. പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെന്ന് കഴിയുമ്പോഴത്തേനും എനിക്ക് പറയാൻ പറ്റുന്നില്ല, അവളുടെ കണ്ണി നോക്കുമ്പോഴത്തേനും എനിക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് പറയാം. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നേ മൂക്കി പല്ല് എടുത്താലും കുഞ്ഞു പ്രണയം തുറന്നു പറയാനും പോകുന്നില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു, കുഞ്ഞിന്റെ ഒരു കുഞ്ഞു കാല് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് കേട്ടതും കോയെന്ന് പറഞ്ഞു, ആര് പറഞ്ഞു? അതെ ഇവിടെ ഇരുന്നു, ഇങ്ങനെ ഇവിടെ മദ്യപിച്ചോണ്ടിരുന്നു, അത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയാം. ഇത് കേട്ടും കോയെന്ന് പറഞ്ഞു, അങ്ങനെ അയ്യപ്പേട്ടൻ പറയരുത്, ഉറപ്പായിട്ടും കണ്ടു അടുത്ത വർഷം അയ്യപ്പേട്ടന്റെ പുറത്ത് കയറി ആന കളിക്കാനായിട്ട് എന്റെ മക്കൾ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറയാം. പിന്നെ നടന്നത് തന്നെ, അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയാം. കണ്ടു ഞാൻ അവള് വരുന്ന ഇപ്പൊ അവളോട് എന്റെ പ്രണയം തുറന്നു പറയുന്നു പറയാം. പ്രണയം തുറന്നു പറയും, അത് പക്ഷെ ഗീതുവിനോടായിരിക്കില്ല, ഗീതു കുഞ്ഞിന്റെ ചിലപ്പോ മായയോടായിരിക്കും പറയണമെന്ന് പറയാം. വേണം നിഴലിനെ കണ്ടു കഴിയും പറയുമായിരിക്കും, എനിക്കിഷ്ടമാണ് നിന്നോട്, എനിക്ക് പ്രണയമാന്നൊക്കെ. പക്ഷെ നേരിട്ട് കണ്ടു കഴിയുമ്പോഴത്തേനും അത് പറയാനുള്ള ധൈര്യം ഉണ്ടോന്ന് ചോദിക്കും. നേരിട്ട് കാണുമ്പോ അതൊക്കെ പറയാനുള്ള എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറയാണ്. ഈ സമയത്ത് ഗീതു അങ്ങോട്ട് വരുന്നേ. ഗീതു അങ്ങോട്ട് വന്നപ്പോ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ അകത്തേക്ക് കയറിപ്പോയപ്പോ രഞ്ജുവും ദേഹം കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. വന്നിട്ട് കൊണ്ട് കാണിച്ചു കൊടുത്തു, എങ്ങനെ നോക്കിയാൽ ഇരിക്കുന്ന ഇരിപ്പുണ്ടോന്ന് ചോദിക്കുകയാണ്. ഈ കാഴ്ച കൊണ്ട് ഗീതുവിന് സഹിച്ചില്ല. ഗീത ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം. അതേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ല, അറിയാലോ, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഞാൻ കാണിച്ചിരുന്നുണ്ട്, കണ്ണേട്ടനെ കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നോട് പറഞ്ഞു ഇനി മേലെ ഞാൻ മദ്യപിക്കില്ലെന്നും പറഞ്ഞിരുന്ന, എന്നിട്ട് കണ്ടല്ലേ ഇപ്പൊ, ഞാനാണെങ്കിൽ അവിടെ ഇപ്പൊ വരുമെന്നും പ്രതീക്ഷ അവിടെ കാത്തു കിട്ടി ഇരിക്കുവായിരുന്നു പറയാണ്. പിന്നീട് ഗീതു നേരെ അങ്ങോട്ട് ചെല്ലുക. ഈ സമയം അയ്യപ്പേണ്ണോട് സംസാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഗീതു ചെന്ന് നിൽക്കുന്നതാണ്. ഇപ്പൊ ഗോവിന്ദന് തോന്നി ഇത് ഗീതുവിന്റെ മായയാന്ന്. കാരണം ഗീതുവിനോട് പറഞ്ഞു, ഇതേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാണ്ട് നിന്നോട്, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയാം. ഇത് കേട്ട അയ്യപ്പേട്ടൻ പറഞ്ഞു, നീ മായയോടാണ് സംസാരിക്കാൻ പോകുന്നേ? അതെ, ഇപ്പം മായയോട് സംസാരിക്കും, പിന്നീട് നാളെ ഒറിജിനൽ ഗീതുവിനോട് സംസാരിക്കും എന്ന് പറയാം. ഇത് കേട്ടൻ ഗീതുവിന് പെരുത്ത് കയറി. അപ്പൊ അത്രയ്ക്ക് നല്ല മദ്യലഹരിയില്ല. താൻ കൺമുന്നിൽ വന്ന് ജീവനോടെ നിന്നിട്ട് പോലും
മായയാന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പിന്നീട് ഗോവിന്ദൻ പറഞ്ഞു, അതേ മായയാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, മായയോടാണെങ്കിൽ എനിക്ക് ധൈര്യത്തോടെ പറയാം. പക്ഷേങ്കില് ഒറിജിനൽ ഗീതനോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാ. എന്റെ ദൈവമേ, അവള് കാണുന്ന പോലെ ഒന്നുമല്ല, അവള് ഭദ്രകാളിയാന്ന് പറയണ്ട ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ. ഗീതുവിന് ഇതും കൂടെ കേട്ടപ്പോ ഒന്നുകൂടെ ദേഷ്യം വന്നു. ഗീത പറയാം, അതെ ഭദ്രകാളി തന്നെയാന്ന് പറയാൻ, കാണിച്ചു തരാന്ന് പറയാം മായയാണോ അല്ലയോന്ന് എന്നും പറഞ്ഞിട്ട് ആ കൈ എങ്ങെടുത്ത് പിടിച്ചിട്ട് ആ കയ്യിലേക്ക് 2 കടി അങ്ങോട്ട് കൊടുക്കുവാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ മായയാണോന്ന് ചോദിക്കുക. തീടം ഗോവിന്ദൻ ഞെട്ടി. മായയല്ലേ ഒറിജിനൽ ആണോന്ന് ചോദിക്കുക. അതെ ഒറിജിനൽ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് ആ കയ്യെ പിടിച്ച് വലിച്ചങ്ങോട്ട് കൊണ്ടുപോകണം. ഈ സമയം അയ്യപ്പാടും ചോദിച്ചു, അല്ലേ എങ്ങോട്ടാ ഗീത കുഞ്ഞെ കൊണ്ടുവന്ന് ചോദിക്കുക. എന്ന് നരകത്തിലേക്ക് എന്താ വരുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. അയ്യപ്പടം പേടിച്ചു പോയി. കാരണം ഗീതന് നല്ല ദേഷ്യമായിരുന്നു. ഒരു വീട്ടിൽ വലിച്ചങ്ങോട്ട് കൊണ്ടുപോകണം. ആ സമയം കോന്ന് പറഞ്ഞു, എന്നെ വിട് ഗീതു, എന്നെ വിടാനൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പം നന്നായിട്ട് ഞാൻ വിടുന്നുണ്ട് ഞാൻ എന്നും പറഞ്ഞോണ്ട് ആ കയ്യെ പിടിച്ച് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാ. അങ്ങനെ സ്റ്റെയർ കേസ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു വിധത്തിലാണ് മുകളിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നപ്പോഴത്തേനും ഗീതും അടുത്ത് പോയി. കാരണം പിടിച്ചു വലിച്ച് അവിടെ വരെ എത്തിക്കണമെങ്കിലേ കോന്നിന്റെ കാല് നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പറഞ്ഞു, ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, മൂക്ക് മുട്ട വലിച്ചു കയറ്റിയേക്കുക, പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ പറഞ്ഞാൽ മതി. ഞാനാണെങ്കിലോ ഇപ്പൊ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമെന്നും പറഞ്ഞിട്ട് അവിടെ നോക്കിയിരിക്കുക. അല്ല ഈ മദ്യലഹരിയിലുള്ള ആളുകൾ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനല്ലേ? വല്ലതും തലയിലേക്ക് കയറുവോ? ഒന്നും കയറത്തില്ല, വെറുതെ പറയാന്ന് മാത്രം. പിന്നീട് ഗീതു നേരെ ഗോവിന്ദനെ പിടിച്ചിട്ട് ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോവാണ്. ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യണം, ആ ഷവർ അങ്ങ് തുറന്ന് തലയിലേക്ക് അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് വീഴിക്കണം. ഇവിടെ നിൽക്കുക, തല നന്നായിട്ടും തണുക്കട്ടെ, ആ മദ്യത്തിന്റെ ലഹരിയൊക്കെ അങ്ങോട്ട് കെട്ടടങ്ങട്ടെ, അങ്ങോട്ട് ഒരു ബോധവും വെളിയും വരട്ടെ. ഞാൻ മായയാണ് പോലും, കുടിച്ച എന്താ എത്ര സമയമായി കുടി തുടങ്ങിയിട്ട്, എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ല എന്ന് പറയാണ്. ഈ സമയം ഗോവിന്ദൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഗീതുവിന്റെ മുന്നില്. പിന്നീട് അങ്ങനെ ഗോവിന്ദന്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന്റെ ദേഹവും നനയുന്നുണ്ട്. ഗീതുവിന്റെ ദേഹത്തെ ഷവറിൽ നിന്ന് വെള്ളം വീണു, ഗീതു മുഴുവൻ നനയുവാണ്. അങ്ങനെ നനഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ എന്ത് ചെയ്യാണ്, ഇച്ചിരി കെട്ടൊക്കെ വിട്ടു. തലയിലേക്ക് കുറച്ച് വെള്ളം വീണ് കഴിഞ്ഞപ്പോ തന്നെ ഒരു ഇച്ചിരി ബോധം വന്നു. അപ്പൊ നോക്കി കഴിയുമ്പോഴത്തേനും ഗീതു ഇങ്ങനെ നനഞ്ഞു കുളിച്ച് മുമ്പിൽ നിൽക്കുന്ന കാണുവാണ്. ഈ ഒരു കാഴ്ച കണ്ടും ഗോവിന്ദന് വല്ലാത്തൊരു വെപ്രാളം അനുഭവപ്പെട്ടു. ഇത്രയും സമയം ഇല്ലാത്തൊരു ബുദ്ധിമുട്ടെന്തോ പോലെ. ഈ സമയം ഗീതു ഗോവിന്ദന്റെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പൊ ആ ഗോവിന്ദന്റെ കണ്ണുകളിലെ ആ പ്രണയം ഗീതുവിന് തിരിച്ചറിയാനായിട്ട് പറ്റി. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് ഗോവിന്ദനെ നോട്ടം കണ്ടപ്പോ തന്നെ ഗീതുവിന് ഒരു പന്തികേട് തോന്നി. എന്താ നോക്കണേന്ന് ചോദിക്കണേ. ഒന്നുമില്ല വാന്നും പറഞ്ഞിട്ട് വലിച്ചിറക്കിയിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് തലയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട്. തലയൊക്കെ തോർത്തി കൊടുത്തപ്പോ ഗോവിന്ദ് ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. പിന്നീട് ഗീതുവിനെ ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഗോവിന്ദന്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളൊക്കെ കടന്നു വരുന്നുണ്ട്. ഗീതു തന്റെ അരിയിൽ വന്നിരിക്കുന്നതായിട്ടും തങ്ങളുടെ ആദ്യരാത്രിയൊക്കെ ആയിട്ടും അങ്ങനെ മണിയറയിൽ തങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നതായിട്ടൊക്കെ ഗോവിന്ദന് തോന്നുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. അതൊക്കെ ഇനിയിപ്പോ ഒറിജിനൽ ആയിട്ടുള്ളതാണോന്ന് അറിയാൻ പറ്റത്തില്ല. ഒരു കാര്യം ഉറപ്പാ, നാളത്തോട് കൂടിയിട്ട് എന്തേലുമൊക്കെ നടക്കും. ഒന്നെങ്കിൽ രണ്ടുപേരും അവരുടെ മനസ്സുള്ള പ്രണയം തുറന്നു പറയും. അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം എന്തൊക്കെ നമുക്കറിയാന്നുള്ള. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.